കർക്കിടക മാസം അടുക്കാറായല്ലേ. അപ്പൊ ഈ ഒരു മാസം അടുക്കാറാകുമ്പോൾ തന്നെ ആയുർവേദം അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് കുറച്ചധികം പ്രാധാന്യമുണ്ട്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നസ്യത്തെ പറ്റിയാണ്. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയാൻ പോകുന്നത്. നമസ്കാരം, നല്ലയിൽ ആയുർവേദത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. പഞ്ചകർമ്മയിൽ വരുന്ന ഒരു ചികിത്സയാണ് നസ്യം. ആചാര്യന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാസോഹി ശിരസോ ദ്വാരം, അതായത് നമ്മുടെ മൂക്കാണ് നമ്മുടെ തലച്ചോറിലേക്കുള്ള ഗേറ്റ് വേ. അതായത് നമ്മുടെ മൂക്കിലൂടെ എന്ത് അഡ്മിനിസ്റ്റർ ചെയ്താലും അത് തലച്ചോറിലേക്ക് ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്. അത് തന്നെയാണ് നസ്യത്തിന്റെ പ്രാധാന്യം ഇവിടെ. അപ്പൊ നമ്മൾ നസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിലൂടെ നമ്മുടെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔഷധസിദ്ധമായിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ കഷായമോ നമ്മൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം പ്രധാനമായിട്ടും ഹെഡ് ആൻഡ് നെക്കിന്റെ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ നസ്യം കൊടുക്കാറുള്ളത്. ഏതൊരു പഞ്ചകർമ്മയെ പോലും ഇതിനും പൂർവ്വകർമ്മം, പ്രധാന കർമ്മം, പശ്ചാത്കർമ്മം ഉണ്ട്. പൂർവ്വകർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തികൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിനെ കിടത്തിയിട്ട് നമ്മുടെ തല, നെക്ക്, ഹാൻഡ് ഒക്കെ മസാജ് ചെയ്യും. അത് അനുയോജ്യമായ തൈലം ഉപയോഗിച്ചിട്ടാണ് മസാജ് ചെയ്യുക. രണ്ടാമത് ആ വ്യക്തിയോട് നമ്മൾ മുഖം ഉയർത്തി വെച്ച് കിടക്കാൻ പറയണം. അതിനുശേഷം ഇളം ചൂടോടുകൂടിയുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലോ അല്ലെങ്കിൽ കഷായം നമ്മൾ മൂക്കിലേക്ക് ഒഴിക്കും. മൂക്കിലേക്ക് ഒഴിക്കുമ്പോൾ അതിന്റെ ഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബലവും ആ വ്യക്തിയുടെ അസുഖത്തിന്റെ കാഠിന്യമൊക്കെ അനുസരിച്ചായിരിക്കും. ആ ഒഴിച്ച മരുന്ന് നമ്മൾ ഉള്ളിലേക്ക് വലിക്കാൻ പറയണം. അതിനുശേഷം നമ്മൾ ആ വ്യക്തിയുടെ ഉള്ളിനടിയും കാലിനടിയും മുഖമൊക്കെ ഒന്നുകൂടെ മസാജ് ചെയ്യും. അപ്പം വായിലേക്ക് എന്തെങ്കിലും കഫൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തുപ്പിക്കളയാൻ തീർച്ചയായിട്ടും പറയണം. അതിനുശേഷം എണീറ്റിരുന്നതിന് ശേഷം നമുക്ക് ധൂമപാനം കൊടുക്കാം. അതൊരു പശ്ചാത്കർമ്മമായിട്ടാണ് വരിക. അതിനുശേഷം ഇളം ചൂടുവെള്ളം വെച്ചിട്ട് ഗാർഗിൾ ചെയ്യാനും പറയണം. സാധാരണ ഇതൊരു ചികിത്സയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസമൊക്കെ ആണെങ്കിൽ ആ ദിവസങ്ങൾ നമ്മൾ തല കുളിക്കാതിരിക്കാൻ പ്രത്യേകം പറയണം. തലയിലെ എണ്ണ ഉണ്ടെങ്കിൽ നമുക്കത് തുടച്ചു കളയാം. നമ്മൾ നസിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും അതിന്റെ രീതിയും വെച്ച് നമ്മൾ ഇതിനെ ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഥമന നസ്യ. അവിടെ നമ്മൾ പൊടിയാണ്, മരുന്നിന്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അനുയോജ്യമായ മരുന്ന് എടുത്തിട്ട് അതിന്റെ പൊടിയാണ് നമ്മൾ നസ്യക്ക് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒന്നാണ് തൈലനസ്യ. അത് നമ്മൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതായത് വാത കണ്ടീഷൻസ് ഉള്ള പ്രശ്നങ്ങൾക്കാണ് നമ്മൾ ഈ തൈലനസ്യ ഉപയോഗിക്കുന്നത്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് നാവന നസ്യ. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് മർഷൻ നസ്യ, അതുപോലെ ഭ്രമണ നസ്യ, അതുപോലെ തന്നെ ശമന നസ്യ. നസ്യം ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇത് ദോഷ ബാലൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യും. നമുക്ക് സൈനസൈറ്റിസ്, മൈഗ്രെയിൻ, ഹെഡേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഇത് ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ്, അലർജി, ആസ്മ ഇത്തരം കണ്ടീഷൻസിലും നസ്യം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇത് ആന്റി സ്ട്രെസ് ആണ്. കാരണം ഇത് ചെയ്യുന്ന പ്രോസസ് തന്നെ ഒരു സ്ട്രെസ് റിലീവിംഗ് ആണ്. അതുപോലെ മൈൻഡിനെ കാം ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ ക്ലാരിറ്റി കൊടുക്കും. സെൻസറി പെർസെപ്ഷൻ കൂടും. ഇത് നെർവിനെ സൂത്ത് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഫേഷ്യൽ പാരലൈസിസിനൊക്കെ ഇത് നമ്മൾ കൊടുക്കാറുണ്ട്.